ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡെലിവറിക്ക് ശേഷമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാനിപ്പോൾ ഷാഫി ആയുർവേദ നഴ്സിംഗ് ഹോമിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വീക്കിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് സെക്കൻഡ് വീക്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഓരോ വീക്കിലും നമ്മുടെ ട്രീറ്റ്മെൻറ്റുകൾ മാറും. അപ്പോൾ ഫസ്റ്റ് വീക്കിലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ നീച്ചാൽ ആദ്യം തന്നെ നമുക്കൊരു നാഡീമർമ്മ കഷായം കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെള്ളവും അതും കൂടി ഒരേ രീതിയിൽ മിക്സ് ആക്കിയിട്ടൊക്കെയാണ് കുടിക്കുക. അപ്പോൾ അത് കുടിക്കാറുണ്ട്. അപ്പോൾ അത് നല്ല കയ്പും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഞാൻ രാവിലെ നീച്ചാൽ പെട്ടെന്ന് കുടിക്കും കേട്ടോ. കാരണം അത് കുടിച്ചിട്ട് നമ്മളൊരു അരമണിക്കൂറിന് ശേഷമാണ് പിന്നെ പാലും മുട്ടയും പഴം എന്താ വെച്ചാൽ തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ വേഗം തന്നെ കഷായം കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് വീക്കിലാണെന്നുണ്ടെങ്കിലും എൻ്റെ കുളിയുടെ സമയവും കാര്യങ്ങളൊക്കെ 7:30 ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് പോകും വേണം. അപ്പോൾ സെക്കൻഡ് വീക്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഓയിൽ തേച്ച് ഒഴിയുന്നതിന് പുറമെ നമ്മുടെ മഞ്ഞളും അതുപോലെ തന്നെ രക്തചന്ദനം കൂടിയൊക്കെ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് ഇട്ട് തരും കേട്ടോ. പിന്നെ നമ്മുടെ കുളിയും ചൂടുപിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആ ചൂടുവെള്ളത്തിൽ ഇരിക്കുന്നൊരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, അത് സെക്കൻഡ് വീക്കിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ മൂക്കിലൂടെ പുക ഇതാക്കിയിട്ട് വായിലൂടെ വിടുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മുടെ മുടി പോക്കലും അതുപോലെ കണ്ണെഴുതി തരലും രാസനാദി ഇട്ടരലും അതൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോക്കായിട്ട്, ഇവിടെ ഇപ്പോൾ നമ്മൾ പാഡാണോ യൂസ് ചെയ്യുക അല്ല തുണിയാണോ യൂസ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട്, അതുപോലെ അതൊക്കെ അവർ വാഷ് ചെയ്ത് തരുമോ അങ്ങനെയൊക്കെയുള്ള ഒരു സംശയങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിൽ റിപ്ലൈ അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു വീഡിയോയിലും കൂടി പറയാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് അതിലൊക്കെ ഇനിയും സംശയങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരാഴ്ചയും ഞാൻ പാഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞാൽ തുണിയിലാണ് പാഡ് വെച്ച് തരിക അല്ലേ. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തീരെ കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും. തുണി പലപ്പോഴും ഊരിപ്പോരാനും അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ പൊസിഷൻ മാറാനും അങ്ങനെ ബ്ലീഡിങ് പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്യും. പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വേറൊരു ഓപ്ഷനില്ല, അതങ്ങനെ തന്നെ ചെയ്യേണ്ടി വരുന്നൊക്കെയാണ് ഞാനും കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടിയുടെ BCGയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എനിക്ക് തുണി വെച്ച് പോകാൻ ഒരു സുഖം തോന്നിയില്ല. ഞാനപ്പോൾ എന്തായാലും വേണ്ട എന്നുള്ള രീതിയിൽ പാൻറ്റീസ് യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് നന്നായിരിക്കും, ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി കംഫർട്ടബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും പാൻറ്റീസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോഴും ഞാൻ ഡോക്ടർ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ വന്നപ്പോഴും ഞാൻ ആദ്യം ചോദിച്ചതായിരുന്നു കേട്ടോ, ഇവിടെ പാൻറ്റീസാണോ അല്ലെങ്കിൽ തുണിയാണോ യൂസ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറും പാൻറ്റീസ് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. കാരണം എനിക്ക് അത്രയും അതിലാണ് എനിക്കൊന്നുകൂടി ഒരു കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞ പോലെ ഇവിടെ ആണെന്നുണ്ടെങ്കിലും പാഡ് തന്നെയാണ് യൂസ് ചെയ്യുക. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴേക്കും നമ്മുടെ ബ്ലീഡിങ്ങൊക്കെ നിൽക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉച്ചലും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ബ്ലീഡിങ് പിന്നെയും പഴയ പോലെ ആയി. അത് ഡോക്ടർ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉച്ചലൊക്കെ ചെയ്യുമ്പോൾ ബ്ലീഡിങ് കൂടുന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മളെയും കുട്ടിയുടെയും ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ വാഷ് ചെയ്ത് തരിക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ദിവസം രാവിലെ 10 മണിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി കുട്ടിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന തുണിയും കാര്യങ്ങളൊന്നും വാഷ് ചെയ്യലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ. അപ്പോൾ അതൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ സമയവും കാര്യങ്ങളൊക്കെ പോകില്ലേ. പക്ഷെ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളാണെങ്കിലും കുട്ടീനെയാണെന്നുണ്ടെങ്കിലും കുളിപ്പിക്കുന്നതാണെങ്കിലും ക്ലീനിങ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കൊരു ഇഷ്ടമല്ലാതെ ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഇവിടുന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. എല്ലാവരും നല്ല രീതിക്ക് തന്നെയാണ് നമ്മളോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ നോർമൽ റൂമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ AC ഉള്ള റൂംസും അതുപോലെ 2 BHK ആയിട്ടും പിന്നെ കുറച്ചുകൂടി പ്രീമിയം റൂംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ പാലും മുട്ടയൊക്കെ കഴിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളെ കുളിക്കാൻ വിളിക്കും. അപ്പോൾ 7:30 കുളിക്കാൻ പോയാൽ ഒരു 8:15 8:30 ആ സമയത്തിനുള്ള നമ്മുടെ കുളി കഴിയും കേട്ടോ. ഇപ്പോൾ എൻ്റെ കുളി കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ ആ ഒരു സമയം 8:15 8:30 ആകുമ്പോഴേക്കും കുട്ടീനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോഴേക്കും പുട്ടും കടലക്കറി ആയിരുന്നു കേട്ടോ ഈ ഒരു ദിവസം. ഇപ്പോൾ രണ്ടാളെയും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവനക്ക് പാലൊക്കെ കൊടുത്ത് കിടക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കിടക്കൊന്നുമില്ല, ഞാനപ്പം തന്നെ പിന്നെ എടുത്തിട്ടുണ്ട് കരണ്ടിട്ട്. ഷെബി സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. കുളി ഉച്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മൾ നേരെ ഒരു 10 മിനിറ്റ് നേരെ ചെന്നിട്ട് ഒന്ന് കിടക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സെക്കൻഡ് വീക്കൊക്കെ ആയപ്പോൾ ഞാൻ കുളിച്ച് വരുന്ന സമയം കുട്ടിനെ കൊണ്ടുപോയി കുളിപ്പിക്കലൊക്കെ ഒരേ സമയം ആയത് കാരണം കൊണ്ട് ഞാൻ വരുമ്പോഴേക്കും അവൻ ഭയങ്കര കരച്ചിലും കാര്യങ്ങളാവും കേട്ടോ കുളി കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നേരെ ഫീഡ് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനെ വന്നിട്ടൊന്നും കിടക്കാൻ പറ്റാറില്ല കേട്ടോ. പിന്നെ ഷെബിൽ സ്കൂളിൽ പോകലും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് കുട്ടിനെ പിടിക്കാനും ഉമ്മാക്ക് നേരമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ഷെബിനെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അങ്ങോട്ട് റോഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കാമെന്ന് കരുതി കേട്ടോ. 9:30 9:45 ആയിട്ടുണ്ട്. പിന്നെ ഉണർന്ന് കിടക്കുന്ന സമയത്ത് എന്തായാലും അവൻ കിടക്കൂല കേട്ടോ, നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ അവനെ എടുത്തിട്ടാണ് കേട്ടോ ചായക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പ്രഗ്നൻസിയും പല്ലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഒരു ഭാഗത്തെ നമ്മുടെ അണക്കലത്തെ പല്ലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്തെ പല്ലും, അതുപോലെ രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയപ്പോൾ മറ്റേ ഭാഗത്തെ പല്ല് പോയി. ഇപ്പോൾ മൂന്നാമത്തെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഒരു ഭാഗത്തെ മേലത്തെ പല്ലും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രഗ്നൻ്റ് ആകുമ്പോൾ പല്ല് പോകുന്ന ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് തന്നെ ഞാൻ ചവക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം തോന്നുന്നുണ്ടാവും. കാരണം നമുക്ക് സൈഡിൽ വെച്ച് ചവക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഇങ്ങനെ പല്ല് പോയി റൂട്ട് കനാലൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങേറായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഞാൻ 19ാമത്തെ വയസ്സിലാണ് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് തന്നെയാണ് ഞാനത് നേരാക്കിയിട്ട് റൂട്ട് കനാലൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു 60ഒക്കെ ആയപ്പോൾ തീരെ വേദന സഹിക്കാൻ വയ്യാതെ പോയി റൂട്ട് കനാലും കാര്യങ്ങളൊക്കെ ചെയ്തതായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കന്ന് ഭയങ്കര ഇടങ്ങേറായിരുന്നു. ഈ പ്രായത്തിൽ എൻ്റെ പല്ല് പോയോ, ഞാനെന്താ തള്ളായോ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം മനസ്സിലായി എത്ര ചെറിയ കുട്ടികളെപ്പോലും റൂട്ട് കനാലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ പിന്നെ ഇത് നമുക്ക് മാത്രമല്ല, ഇത് സർവ്വസാധാരണ ആണെന്നൊക്കെ കരുതുമ്പോൾ പിന്നെ അങ്ങനെ കുഴപ്പമില്ലാത്ത പോലെ ആയിട്ടോ. പക്ഷെ എന്ന് ചായ കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര തൊരിക്കേടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ മുഴുവനാക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനങ്ങനെ കുറച്ചൊക്കെ കഴിച്ചവിടെ വെച്ചു. പിന്നെ അമ്മക്ക് വന്നിട്ടാണ് കേട്ടോ ബാക്കി കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ആണെന്നുണ്ടെങ്കിലും ഓരോ പ്രഗ്നൻസിയും ഡെലിവറിയും ഓരോ പോലെയാണെന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരേപോലെ ആയാൽ പോലും ഇനിയിപ്പോൾ 1 പ്രസവിച്ചാലും ഇനിയിപ്പോൾ 10 പ്രസവിച്ചാലും നമുക്ക് ഓരോ വട്ടം ഒരുപാട് സംശയങ്ങളുണ്ടാവും കേട്ടോ. പലതും നമുക്ക് കഴിഞ്ഞ പ്രഗ്നൻസിയിൽ എന്താ ചെയ്തിരുന്നത്, ഡെലിവറിക്ക് എന്താ ചെയ്തിരുന്നത്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. കുട്ടിക്കിപ്പോൾ പല പല സംശയങ്ങളാവും. നമുക്കിപ്പോൾ എത്ര കുത്തിവയ്പ്പ് എടുത്താലും ഇനി എപ്പോഴാണ് കുത്തിവയ്പ്പ്, അടുത്ത കുത്തിവയ്പ്പ് എപ്പോഴാണ്, അല്ലെങ്കിൽ കുട്ടി കരഞ്ഞിരുന്നോ, കുട്ടി അങ്ങനെ ചെയ്തിരുന്നോ ഇങ്ങനെ ചെയ്തിരുന്നോ, കുറേ സംശയങ്ങളുണ്ടാവും. നമ്മുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റിച്ച് എത്ര ദിവസം കൊണ്ടാണ് ആദ്യം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്, എത്ര ദിവസം പെയിൻ ഉണ്ടായിരുന്നു, എന്തൊക്കെ വേദനകളാണ് ഉണ്ടായിരുന്നത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയൊരു സ്ഥലത്ത് ഡോക്ടറിൻ്റെ കീഴിലൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് എല്ലാ സംശയങ്ങളും ചോദിക്കാനും ക്ലിയർ ചെയ്യാനും പറ്റുന്നുണ്ടാവും കേട്ടോ. ഡോക്ടറാണെന്നുണ്ടെങ്കിലും ഡെയിലി വരുന്നതുകൊണ്ട് നമുക്ക് എന്തൊരു സംശയവും ഡോക്ടറോട് ചോദിക്കാൻ പറ്റും. ഡോക്ടറാണെന്നുണ്ടെങ്കിലും ഡെയിലി നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയും കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, എൻ്റെ 2 ഡെലിവറിക്ക് ശേഷം എനിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇപ്രാവശ്യം വരുമോ, നമ്മളിപ്പോൾ പ്രത്യേകിച്ചൊരു റൂമിലായിട്ട് അങ്ങനെയാണ്ട് ഒതുങ്ങിക്കൂടല്ലേ, അപ്പോൾ അതൊക്കെ എനിക്ക് താങ്ങാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഡെലിവറിക്ക് എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പം ഇപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു 19 ഡേയ്സ് ആയിട്ടുണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതുവരെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന റൂമാണെന്നുണ്ടെങ്കിലും താഴെയാണ് കേട്ടോ. അവിടെ നമുക്ക് ഡോറൊക്കെ തുറന്ന് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടിയും നമുക്കൊരു റൂമിലായ പോലെ, റൂമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പോലെ തോന്നൂല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ദിവസങ്ങൾ കിടക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ എവിടെ നിന്ന് പോയാലും എൻ്റെ മെൻ്റൽ ഹെൽത്തൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശരിയായി കിട്ടണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന കേട്ടോ. കാരണം അത് അനുഭവിച്ചവർക്ക് അറിയുന്നത് എത്രത്തോളം പെയിൻഫുൾ ആണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും ഫാമിലിയിലുള്ളവരോ ഫ്രണ്ട്സോ ആരെങ്കിലും ഇങ്ങനെ ഈ ഒരു ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കുറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് നിർത്താൻ നോക്കുക കേട്ടോ. അത് അവരുടെ കുഴപ്പമാണെന്ന് കരുതി വിട്ട് കളയാതെ അവരെ കൂടുതൽ കെയർ ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ നോക്കുക കേട്ടോ. പിന്നെ അതിനുശേഷം ഒരു 11 മണിക്ക് നമുക്ക് മരുന്ന് കഞ്ഞി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരുന്ന് കഞ്ഞി എനിക്ക് കുടിക്കാൻ വയ്യാത്തതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ അതൊന്നും മരുന്ന് കഞ്ഞില്ലെന്ന് വേറെ എന്തോ കഞ്ഞിയാണെന്ന് കളറൊക്കെ മാറ്റേണ്ടതെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയതായിരുന്നു. അപ്പോൾ ഞാനും വേറെ എന്തോ സംഭവമാണെന്ന് കരുതി, പക്ഷേ അതന്നെ ആയിരുന്നു കേട്ടോ. എന്നെന്തോ മഞ്ഞപ്പൊടി ഇടാൻ മറന്നതാണ് എന്താണെന്ന് അറിയില്ല, മഞ്ഞക്കളറിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ശരിക്കും അതന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇല്ലാത്തപ്പോൾ തോന്നി. ഞാനാണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആളാണ്, അപ്പോൾ കുറച്ച് ഉപ്പ് ഇവിടെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തു. അച്ചാറൊക്കെ കൂട്ടിയിട്ട് പറ്റുന്ന പോലെ 2 സ്പൂണൊക്കെ കഴിച്ചു. പിന്നെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മരുന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി ടൈമിൽ ഞാൻ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ പോലും ഡെലിവറി ആയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അത് ഈ 2 എണ്ണത്തിനും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഫുഡിനോടുള്ള ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടാണ് പോകും. പിന്നെ നമ്മുടെ ചോറ് വന്നിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പം ഉള്ള ഈ ഒരു പൊടി ചമ്മന്തിപ്പൊടിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട, അത് നമ്മുടെ ഒരു മരുന്നാണ് കേട്ടോ. ഈ സെക്കൻഡ് വീക്കിലെ മരുന്നുകളാണ് തീരെ സഹിക്കാൻ പറ്റാത്തത്. നമ്മൾ രാവിലെ കുടിച്ച കഷായമാണെന്നുണ്ടെങ്കിലും ഈ ഒരു പൊടിയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കുറച്ച് ചോറയിലേക്ക് ഇട്ടിട്ട് ചോറ് കഴിക്കുന്നതിന് മുന്നേ അത് മിക്സ് ചെയ്ത് കഴിക്കുകയാണ് വേണ്ടത്. ഇന്ന് കുറച്ച് പൊടി പറഞ്ഞിട്ട് കുറച്ച് പൊടി കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ പൊടി ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെ കുഴച്ച് ഉരുട്ടിയൊക്കെ എങ്ങനെയൊക്കെയാണ് മുണങ്ങി കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ചോറിക്ക് അവിയലും പപ്പടും പിന്നെ ഇന്ദൂരി കറിയായിരുന്നു കേട്ടോ. കറി എന്തായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല, കുറേ ദിവസമായിട്ടുണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ പലരും എടുക്കുന്ന പോലെ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മൾ വോയിസും കൊടുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഒക്കെ കുറേയൊക്കെ ഒരു എഡിറ്റ് ചെയ്യാനും ഒക്കെ സുഖമാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ അപ്പം തന്നെ പറയാൻ പറ്റും. പക്ഷേ ഞാൻ വീഡിയോ എടുക്കണത് തന്നെ ആരും കാണാത്ത പോലെ അറിയാത്ത പോലെയൊക്കെയാണ് എടുക്കൽ. അപ്പോൾ എനിക്കതൊരു ചമ്മലായ കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് തന്നെ ഷൂട്ട് ചെയ്യൽ ആരും അറിയാത്ത പോലെയൊക്കെയാണ് ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വോയിസും കൂടി കൊടുക്കാൻ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എന്നെ കൊണ്ട് പറ്റും. പിന്നെ ഉള്ള കറികളാണെന്നുണ്ടെങ്കിലും ഉപ്പേരികളാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അവിടുത്തെ. അപ്പോൾ ഇവിടുത്തെ ഫുഡിൻ്റെ ആണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യണ്ട കേട്ടോ. പിന്നെ ഉച്ചക്കല ഫുഡൊക്കെ കഴിഞ്ഞാൽ അധികവും ആ ഒരു സമയത്ത് അവൻ പിന്നെയും നീക്കാറുണ്ട് കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് പിന്നെ അങ്ങനെ വൈകുന്നേരത്തൊക്കെയാണ് ഉറങ്ങാറുള്ളത്. ഇന്ന് വൈകുന്നേരത്ത് ചായയും അതുപോലെ തന്നെ ഉള്ളിവട ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 ആളുള്ള കാരണം കൊണ്ട് തന്നെ അതങ്ങോട്ട് മുറിച്ച് പകുതിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ 4 ആൾക്കും. നമ്മുടെ കൂടെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിലും വേറെ ആളുകളുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് ആ 2 ആൾക്കുള്ള ഫുഡാണ് കേട്ടോ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതിനും കൂടി എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണമെന്നേ ഉണ്ടാവുള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പിന്നെ കുട്ടികളായത് കാരണം കൊണ്ട് ഞങ്ങളെല്ലാവരും ആദ്യം തന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാറാണ് കേട്ടോ. പിന്നെ ചോറൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാണ്ടിറ്റിയിലെല്ലാം ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഷെബി ഐശുമ്പാട് ഇവിടെ കളറൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഒരു ഓറഞ്ച് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ വെച്ച് തൊലിക്കുന്നത് കുട്ടി മടിയിലുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ മുഖത്തൊക്കെ ആവണ്ടെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ വിട്ട് പിടിച്ച് തൊലിച്ച് കഴിക്കാനാണ് കേട്ടോ. പിന്നെ രാത്രിക്കത്തെ ഫുഡാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നേരത്തെ വരും കേട്ടോ. 7 മണി ആകുമ്പോഴേക്കും രാത്രിക്കലത്തെ ഫുഡ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ചോറും അതുപോലെ തന്നെ വെണ്ടക്ക കറിയായിരുന്നു കേട്ടത്. വെണ്ടക്ക കറിയും പപ്പടും അതുപോലെ ബീട്രൂട്ടും ആണ് കേട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ വന്നാൽ ഓരോ വീക്കിലും ബേബിയുടെ വെയിറ്റ് ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്കാണെന്നുണ്ടെങ്കിലും അറിയാൻ നല്ല ആഗ്രഹം ഉണ്ടാവുമല്ലോ വെയിറ്റ് കൂടിയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ ചപ്പാത്തി ആക്കിയിട്ടുണ്ടായിരുന്നു രാത്രി. ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞാൽ അതും കിട്ടും കേട്ടോ. ആദ്യം മുൻകൂട്ടി നമ്മൾ പറഞ്ഞാൽ മതി.
അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ ഷേർക്കാക്ക് രാത്രി വരും, അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ കിടന്നുറങ്ങും. ഇമ്മ ചോറ് കഴിച്ച് അപ്പം തന്നെ പോകാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു നാരങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നു രാത്രി.